ഹായ് ഗെയ്സ്, ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അതായത് മീനമാസം 1-ാം തീയതി. പൊതുവിൽ എല്ലാ ക്ഷേത്രങ്ങളിലും തിരക്കുള്ള ദിവസമാണ്. അപ്പം എൻ്റെ അമ്പലത്തിലും നല്ല തിരക്കാണ്. ഇന്ന് മൊത്തത്തിൽ എൻ്റെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. രാവിലെ അഭിഷേകമുണ്ട്, മലർ നിവേദ്യം, അത് കഴിഞ്ഞ് നേരെ ഗണപതി ഹോമം. പ്രധാനമായിട്ടും പ്രത്യേകമായിട്ടുള്ളത് അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ്. അപ്പോൾ അതുണ്ട്. അങ്ങനെ കുറേ ജോലികളുണ്ട്. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമക്കൂട്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് പറഞ്ഞുതരാം. ഒരു ഉരുളിയോ വെങ്കലച്ചെരുവോ എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം നെയ്യ് വീഴ്ത്തിയിട്ട് തേങ്ങായും അതേപോലെ ശർക്കര, എള്ള്, കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത്, പിന്നെ കരിമ്പ്, ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ചൂടാക്കും. പിന്നെ കദളിപ്പഴം കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം രസകദളി പിന്നീട് ലാസ്റ്റ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ചാമുണ്ടേശ്വരി ദേവിയുടെ നട തുറന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കരിങ്കാളിയമ്മയുടെ നട തുറന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പേ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും, കരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നടയെല്ലാം തുറന്ന് വിളക്ക് കത്തിച്ചിട്ട് വന്നതിന് ശേഷം അഭിഷേകത്തിന് മുമ്പായിട്ട് ഇത് അടുപ്പേ വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ കരിങ്കാളിയമ്മയുടെ നട തുറന്നു. ഇനിയിപ്പോൾ ഗണപതി നട, പിന്നെ അതുപോലെ തന്നെ പുറകിലുള്ള ഉപദേവന്മാരുടെ എല്ലാം നട തുറന്നിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വെള്ളം കോരിക്കൊണ്ട് വന്നു. വെള്ളം കോരിക്കൊണ്ട് വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കണം. അതായത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്, അന്നദാനത്തിന് തുല്യമായിട്ട്. കാരണം നമുക്ക് ഉച്ചവരെ അമ്പലമില്ലല്ലോ. അത് കഴിഞ്ഞ് അപ്പോൾ അതിന് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടാവിനകത്തോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്നൊരു ശകലം വെള്ളമെടുത്ത് നമുക്ക് ഗണപതി ഹോമക്കൂട്ടിനകത്ത് ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് വഴറ്റാൻ തക്കവണ്ണം. അതായത് ഈ ശർക്കര ഒന്ന് പാവാകണം, ഉരുകി നല്ല രീതിയിലൊന്ന് പാവാകണം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റൗ കത്തിച്ച് ഞാൻ പിന്നെ ഗണപതി ഹോമക്കൂട്ടെടുത്ത് നേരെ അടുപ്പേ വെച്ചു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പം നമുക്ക് നേരെ പോയി അഭിഷേകം കഴിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യം. അങ്ങനെ ഏകദേശം അഭിഷേകത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗണപതി ഹോമക്കൂട്ടിൻ്റെ പരിപാടികളിലോട്ട് കടന്നിട്ടുണ്ട്. ഞാൻ അഭിഷേകം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കൂട്ട് കണ്ടോ, തിളച്ച് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടണം, അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് അവലും മലരും ഒക്കെ ഇട്ട് ഇളക്കിയെടുക്കണം. ഞാൻ കാണിച്ചുതരാം. കൂട്ടങ്ങനെ തിളയ്ക്കുന്നേ ഉള്ളൂ. ഇത് വൃത്തിയായിട്ട് തിളച്ചൊന്ന് വഴണ്ട് വന്നിട്ട് വേണം ഇനി നമുക്ക് അവല് ചേർത്ത് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. ആദ്യം അവല് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവല് വിളയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ അവൽ ആദ്യം ചേർത്ത് തീയിൽ തന്നെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അന്നേരം അത് ഈ അവലിൽ ഇതൊന്ന് പറ്റിയിട്ട് അവലൊന്ന് മുറുകും. അതായത് അവൽ വിളയിക്കുന്ന മാതിരി അവലൊന്ന് മുറുകും. അതിനുശേഷം ഓഫ് ചെയ്തിട്ടേ മലര് ചേർക്കാൻ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സത്യത്തിൽ ഈ ഗണപതി ഹോമക്കൂട്ടിൻ്റെ അളവ് നിശ്ചയിക്കുന്ന സത്യത്തിൽ മലരാ. കാരണം മലര് ഒരുപാടൊന്നും ചേർക്കാൻ പറ്റില്ല, എന്നാലും കൂടുതൽ അളവിൽ ഗണപതി ഹോമക്കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മലര് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനം കിട്ടും. അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്യാതെ തീക്കകത്ത് തന്നെ വെച്ചത് ചെയ്ത ഒരു പണി കിട്ടും. എന്താണെന്നറിയാമോ? വീണ്ടും ഈ മലര് അങ്ങ് ചുരുങ്ങും. മലര് ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ട് നമ്മൾ വിചാരിക്കുന്ന അത്രയും കാണത്തില്ല. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ട് വേണം മലര് ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവല് ചേർത്ത് നല്ല വൃത്തിയായിട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്തു. കണ്ടില്ലേ? ഇനി അടുത്തത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മലര് ചേർക്കാൻ പാടുള്ളൂ. അതായത് ഈ അവൽ ഒന്നിച്ച് ചേർക്കരുത്. അവൽ കുറേശ്ശെയായിട്ട് തട്ടി വേണം നമ്മൾ ഇളക്കി ശർക്കര ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശർക്കര പലയിടത്തും പിടിക്കാതെ വരും. അങ്ങനെ പിടിക്കാതെ വന്നാൽ അത് ഈ അവലിൻ്റെ ഒരു പച്ച ചൊവയുണ്ട്. അത് ചുവച്ചാൽ നമുക്കത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനിയിപ്പം ഈ ചൂടോടെ തന്നെ നമുക്ക് മലരൂടെ തട്ടി കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ആ ഒരു പിടിക്കത്തില്ല ശരിക്കും അങ്ങോട്ട്. ചെറിയ ആ ഒരു ചൂടത്ത് തന്നെ മലരൂടെ അതിനകത്ത് നമ്മൾ തട്ടി കൊടുക്കുക. സത്യത്തിൽ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അത് ഇവിടുത്തെ കഴകക്കാരിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പതുക്കെ എല്ലാ ഡപ്പകളിലും തട്ടിയൊക്കെ ഇട്ടു. അതിൻ്റേതായ കുറച്ച് താമസം നമുക്ക് വരികയും ചെയ്തു. കണ്ടില്ലേ, നല്ല തൂവെള്ള മലര് അങ്ങനെ നമ്മുടെ ശർക്കരക്കൂട്ടിനകത്തോട്ട് ഇട്ടുകൊടുത്തു. ഇനിയിപ്പോൾ അതും കുറേശ്ശെ ഇട്ട് വേണം, അതായത് ഇല്ലെങ്കിൽ പാത്രത്തിന് വെളിയിൽ പോകാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളിട്ട്
ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അത് പിടിക്കുന്നതിൻ്റെ അനുസരിച്ച് വീണ്ടും വീണ്ടും കൂടുതൽ ഇളക്കി കൊടുക്കണം. അപ്പം ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും, അധികം വേസ്റ്റായി തറയിലെങ്ങും പോകത്തുമില്ല. കണ്ടില്ലേ? അങ്ങനെ ഏകദേശം ഗണപതി ഹോമത്തിനുള്ള കൂട്ട് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഇനി കൽക്കണ്ടമാണ്. കൽക്കണ്ടം, തേന്, പിന്നെ മാതള നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, മാതളങ്ങ ഉണ്ടെങ്കിൽ അത് പതുക്കെ തട്ടിക്കൊടുക്കാം. പക്ഷെ മാതളങ്ങ ഒന്നും നമുക്ക് ഇന്നില്ല. ഇനി അടുത്തത് കൽക്കണ്ട വിട്ടു. അത് കഴിഞ്ഞിനി ഇത്തിരി തേനൊഴിക്കും. തേൻ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. ഇത് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആയതിനു ശേഷം വീണ്ടും ശകലം നെയ്യൂടെ തട്ടിക്കൊടുക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യുടെ ഒരു പച്ച ടേസ്റ്റ് കിട്ടും. ആ നെയ്യുടെ ഒരു പച്ച ചൊവ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ടേസ്റ്റിയാണ്. പക്ഷേ എനിക്ക് അതത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് നെയ്യ് ചേർത്ത് കൊടുത്തില്ല, ആദ്യം ചേർത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കൽക്കണ്ടവും തേനും കൂടെ ചേർത്ത് ഓരോ കൂട്ടി ചേർക്കുമ്പോഴും നമ്മൾ വൃത്തിയായിട്ട് ഇളക്കി കൊടുത്താൽ അത്രയും ഇത് പിടിക്കും. പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ സംയോജിച്ച് കിട്ടുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. വേറെ ഒരുപാട് രീതികളുണ്ട് ഈ ഗണപതി ഹോമക്കൂട്ട് ഉണ്ടാക്കുന്നതിന്. കാരണം അഷ്ടദ്രവ്യ ഗണപതിക്കൂട്ട് കുറേ ദിവസമൊക്കെ ഇരിക്കേണ്ടതാണെങ്കിലുണ്ടല്ലോ, ഇതിനകത്ത് ഈ പഴമൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്. കാരണം ആദ്യം വഴറ്റുന്ന സമയത്ത് തന്നെ പഴമൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഈ രസകദളി, അതായത് രസകദളി അല്ലെങ്കിൽ ഞാലിപ്പൂവൻ എന്നൊക്കെ പറയും, അവയിലൊരു 5 ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇത് കുറേ ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ പഴം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ, വഴറ്റി കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അത് വളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അങ്ങനെ ഗണപതി ഹോമക്കൂട്ട് റെഡിയാക്കി അത് വാങ്ങി വെച്ച് നേരെ ചായക്ക് അടുപ്പേ വെച്ചു. കാരണം ഈ അടുത്ത പരിപാടികളൊക്കെ ചായ കുടിച്ചിട്ടാകാം. ഒരടുപ്പിൽ പിന്നെ നമുക്ക് അന്നദാനത്തിനല്ല ബ്രേക്ക്ഫാസ്റ്റിനുള്ള പിന്നെ വെള്ളവും, മറ്റേ അടുപ്പിൽ ചായ വെച്ച് കഴിഞ്ഞതിന് ശേഷം താണ്ട് അടുത്തത് അരി അടുപ്പിട്ടു. ഇന്നിപ്പോൾ പാൽപ്പായസമാണുള്ളത്. അപ്പോൾ പാൽപ്പായസത്തിനുള്ള അരി അടുപ്പിട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇനി അതിനകത്തോട്ടൊരു 3-4 തുളസി ഇലയും കൂടെ ഞാൻ നുള്ളിയിടും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മലർനിവേദ്യത്തിനുള്ള തയ്യാറെടുപ്പാണ്. മലർനിവേദ്യം എല്ലാം സെറ്റാക്കി, അത് മലർനിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും പാൽപ്പായസം ഏകദേശമൊക്കെ അരി വെന്തു. അതിനകത്തോട്ട് പാലൊഴിച്ച് ഇളക്കി വെച്ചേച്ച് ഇനി നേരെ ഗണപതി ഹോമം കഴിക്കാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അങ്ങനെ ഗണപതി ഹോമത്തിനുള്ളതെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകൊണ്ടൊന്ന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഗണപതിക്ക് മുന്നിലായിട്ട് കൂട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഗണപതി വിളക്കിൻ്റെ അവിടെ വിളക്കാണ് സങ്കല്പിച്ച് വയ്ക്കുന്നത് ഗണപതി ഹോമത്തിന്. പിന്നെ അതുപോലെ തന്നെ ചിരട്ട, കണ്ണൻ ചിരട്ട ഹോമിക്കാനുള്ളത്, അതേപോലെ നെല്ല്, തെച്ചിപ്പൂവ്, മുക്കുറ്റി, കറുക, ഇങ്ങനെയെല്ലാം ഈ ഗണപതി ഹോമത്തിന് നമുക്ക് ഹോമിക്കാവുന്നതാണ്. അപ്പോൾ ഹോമകൊണ്ടൊക്കെ കത്തിച്ചിട്ടു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഗണപതി ഹോമത്തിന് ഇരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഗണപതി ഹോമം രാവിലെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3/4 ഭാഗം പണികൾ നമ്മുടേത് തീർന്നു എന്ന് പറയാം. ഇല്ലെങ്കിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു 8, 8:15, 8:30 കഴിയുമ്പോൾ നല്ലതുപോലെ ആൾ വന്നു തുടങ്ങും, നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പം ആ സമയത്ത് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ബൈ.